ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്സിൽ ചാപ്റ്റർ 8 ജിംഗ്ലിംഗ് കോയിൻസിൻ്റെ ആക്ടിവിറ്റി ബുക്കാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ഇവിടെ കുറച്ച് കുട്ടികളെ കണ്ടോ? എത്ര പേരുണ്ട്? 1 2 3 4 5 അല്ലേ? 5 ആണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ GNVയിൽ ടിക്കറ്റ് 20 റുപ്പീസ് എന്ന് എഴുതിയിട്ടുണ്ട്. ഒരാൾക്ക് 20 റുപ്പീസാണ് GNVയിൽ കയറണമെങ്കിൽ. ഓൾ 5 വാണ്ടഡ് എ റൈഡ്. അപ്പോൾ ഈ 5 ആളുകൾക്കും അല്ലേ, 5 കുട്ടികൾക്കും എന്താണ്, ഒരു റൈഡ് പോകണമെന്നുണ്ട്. ഹൗ മച്ച് ഷുഡ് ദേ പേ ഫോർ ടിക്കറ്റ്സ്? അങ്ങനെയെങ്കിൽ അവർ മൊത്തം ടിക്കറ്റിന് എത്ര രൂപ കൊടുക്കേണ്ടി വരും? എങ്ങനെയാണ് നോക്കുക? ഓരോരുത്തർക്കും 20 വേണം അല്ലേ? അപ്പോൾ അത് എത്ര വേണം? 20 + 20 40, 40 + 20 60, 60 + 20 80, 80 + 20 100 അല്ലേ? നെക്സ്റ്റ് എന്താ നോക്കിക്കേ, കോയിൻസ്. റൈറ്റ് ദ വാല്യൂ ഓഫ് ഈച്ച് കോയിൻസ്. ഓരോ കോയിൻസിൻ്റെയും വാല്യൂ അവിടെ എഴുതാനാണ്. അത് എത്രയാണെന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അല്ലേ, എത്രയാ? 1 റുപ്പീസ് കോയിനാണ്. പിന്നെയോ 2 റുപ്പീസ് കോയിൻ, പിന്നെ 5 റുപ്പീസ് കോയിനാണ്, പിന്നെ 10 റുപ്പീസ് കോയിൻ, പിന്നെ 20 റുപ്പീസ് കോയിൻ അല്ലേ? 20 റുപ്പീസിൻ്റെ ഒക്കെ കോയിൻ മക്കൾ കണ്ടിട്ടുണ്ടോ? ഇപ്പം ഉണ്ട് കേട്ടോ. അപ്പോൾ ഹൗ മച്ച് ഇൻ ഓൾ? അപ്പോൾ എല്ലാം കൂടെ എത്രയായി? അപ്പോൾ മക്കൾ എളുപ്പത്തിന് എന്ത് ചെയ്യുക, ഇതിലുള്ള ടെൻസുകൾ ആദ്യം ആഡ് ചെയ്യുക. ഏതൊക്കെയാ? 10 ഉണ്ട്, 20 ഉണ്ട്. അപ്പോൾ 10 + 20 എത്രയാണ്? 30 ആണ്. ഇനി 30യോട് നമുക്ക് 5 ആഡ് ചെയ്യാം. അപ്പോൾ എത്രയാ? 30 + 5 35. ഇനി 35നോട് 2 ആഡ് ചെയ്യണം. അപ്പോൾ 35 + 2 37. പിന്നെ ലാസ്റ്റ് എത്ര കൂടെ ആഡ് ചെയ്യാനുള്ളത്? 1 ഉണ്ട് അല്ലേ? അപ്പോൾ 37 + 1 എത്രയാ? 38. അപ്പോൾ ഹൗ മച്ച് ഇൻ ഓൾ? 38 ആണ് അല്ലേ? ഇനി താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? ഡ്രോ പിക്ചേഴ്സ് ഓഫ് ദീസ് കോയിൻസ്. അപ്പോൾ ഈ കോയിൻസിൻ്റെ ഒക്കെ പിക്ചേഴ്സ് നിങ്ങൾ താഴെയുള്ള ഈ ഒരു ബോക്സിൽ വരയ്ക്കണം. അപ്പോൾ എളുപ്പത്തിനൊരു കാര്യം പറയട്ടെ, എങ്ങനെ വരയ്ക്കാം? ഈ കോയിൻസ് നിങ്ങൾ ഓരോ കോയിൻസ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ വരയ്ക്കുന്ന ഈ ഒരു പേജിൻ്റെ അടിഭാഗത്ത് വെക്കുക, താഴെ ഭാഗത്ത് വെച്ചിട്ട് മുകൾ ഭാഗത്ത് പെൻസിൽ കൊണ്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുക അല്ലേ, ഒരു കളർ കൊടുക്കുക. അപ്പോൾ എന്തായി? അതിൻ്റെ അടയാളം മുകളിലേക്ക് വന്ന് ആ ഒരു കോയിൻ അവിടെ നല്ലപോലെ നിങ്ങൾ വരച്ച പോലെ തെളിയൂ കേട്ടോ. നെക്സ്റ്റ് എന്താണ്? കറൻസി നോട്ട്സ് ആണ് തന്നിട്ടുള്ളത്. 1 റുപ്പിയുടെ കറൻസി ആണല്ലേ? അപ്പോൾ എത്ര എണ്ണം ഉണ്ട്? ഹൗ മച്ച് ഇൻ ഓൾ? ആകെ എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 7 8 9 അല്ലേ? 9 ആണുള്ളത്. ഇനി താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? അതും ഹൗ മച്ച് ഇൻ ഓൾ ആണ്. ആകെ എത്രയുണ്ട് എന്ന്. അപ്പോൾ അത് ഡിഫറെൻറ്റ് കോയിൻസ് ആണ് അല്ലേ? 1 ഉണ്ട്, 2 ഉണ്ട്, 5 ഉണ്ട്, 10 ഉണ്ട്. അപ്പം വലിയ സംഖ്യകൾ തമ്മിൽ നമുക്ക് ആദ്യം ആഡ് ചെയ്യാം. 10 + 5 15, 15 + 2 17, 17 + 1 18. നെക്സ്റ്റ് നോക്കിക്കേ മക്കളെ, ഹൗ മച്ച് എത്രയാണെന്ന് എഴുതണം. 10 റുപ്പീസ് കോയിനാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ? എത്ര 10 റുപ്പി കോയിൻ ഉണ്ട്? 1 2 3 4. 4 10 റുപ്പി കോയിൻ ആയാൽ എത്രയാണ്? 4 10s എത്രയാ? 40. ഇനി താഴെ എത്ര 10 റുപ്പീസ് കോയിൻ തന്നിട്ടുണ്ട്? 1 2 3 4 5 6 7 8. 8 10 റുപ്പീസ് കോയിൻ എത്രയാ? 8 10 എത്രയാ? 80 ആണല്ലേ? ഇനി ഡ്രോ ദ കറക്റ്റ് കോയിൻ. അപ്പോൾ ഇവിടെ കുറച്ച് കോയിൻസ് വിട്ടിട്ടുണ്ട്. അവിടെ നിങ്ങൾ കറക്റ്റായിട്ടുള്ള കോയിൻ വരച്ചു കൊടുക്കണം. അവിടെ ഫസ്റ്റ് എന്താണ്? 10ൻ്റെ കോയിൻ ഉണ്ട്, പിന്നെ ഡാഷ് = 20. അപ്പോൾ 10നോട് ഏത് കോയിൻ ആഡ് ചെയ്യുമ്പോഴാണ്, എത്ര ആഡ് ചെയ്യുമ്പോഴാണ് 20 കിട്ടുക? 10 + 10 അല്ലേ 20? അപ്പോൾ 10ൻ്റെ ഒരു കോയിനാണ് അവിടെ വരച്ചു കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ നമ്പർ എഴുതാം, മക്കളത് കോയിൻ വരയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് 20യുടെ കോയിനാണ് തന്നിട്ടുള്ളത്. അതിൽ നിന്നും എത്ര മൈനസ് ചെയ്യുമ്പോഴാണ് 10 റുപ്പീസ് കോയിൻ കിട്ടുക? 10 മൈനസ് ചെയ്യുമ്പോഴാണല്ലേ? 10ഉം 10ഉം ആഡ് ചെയ്യുമ്പോഴല്ലേ 20? അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയും 10 റുപ്പീസ് കോയിൻ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. ഇനി താഴെ 10ൻ്റെ ഒരു കോയിൻ ഉണ്ട്, വീണ്ടും 10ൻ്റെ ഒരു കോയിൻ. അപ്പോൾ 10 + 10 എത്രയാ? 20 ആണ്. അപ്പോൾ 20യുടെ കോയിനാണ് നിങ്ങൾ ലാസ്റ്റ് വരയ്ക്കേണ്ടത്. നെക്സ്റ്റ് ഹോൺ ആൻഡ് ബലൂൺ.
Arun went to a fair and bought a horn for 5 rupees and 5 balloons for 2 rupees each. അരുൺ ഒരു മേളയ്ക്ക് പോയി, എന്നിട്ട് അവിടെ നിന്ന് 5 റുപ്പീസിന് ഒരു ഹോൺ വാങ്ങി, അതുപോലെ തന്നെ 5 ബലൂൺസ് വാങ്ങി. പക്ഷെ ഓരോന്നിനും എത്ര രൂപയാണ്? 2 റുപ്പീസിൻ്റെ 5 ബലൂൺസ് ആണ് വാങ്ങിയത്. കിരൺ ബോട്ട് 3 ഡോൾസ് ഫോർ 10 റുപ്പീസ് ഈച്ച്. കിരൺ ഡോൾസ് ആണ് വാങ്ങിയത്, ഓരോന്നിനും 10 റുപ്പീസ് ആണ്. അപ്പോൾ അവിടെ എന്താ ചോദ്യം? ഹൂ പെയ്ഡ് മോർ? ആരാണ് കൂടുതൽ പൈസ കൊടുക്കേണ്ടത് അല്ലേ? ആരാണ്? പ്രൈസ് ഓഫ് 1 ഹോൺ. ഒരു ഹോണിൻ്റെ വില എത്രയാ? റുപ്പീസ്. എത്ര റുപ്പീസാണ്? 5 റുപ്പീസ്. പ്രൈസ് ഓഫ് 5 ബലൂൺസ്. 5 ബലൂൺസിന് എത്രയാ? ഒരു ബലൂണിന് 2 ആണ്. അപ്പോൾ 5 ബലൂണിന് എത്രയാ? 2 + 2 + 2 + 2 + 2 അല്ലേ? അപ്പോൾ എത്രയാണ്? 2 5 ടൈംസ് വേണം. അപ്പം നമുക്ക് ബോക്സിൽ 10 എന്ന് എഴുതാം. ഇനി അരുൺ ടോട്ടൽ പ്രൈസ് നോക്കാം. അരുൺ വാങ്ങിയതിൻ്റെ ടോട്ടൽ പ്രൈസ് എത്രയാ? എങ്ങനെ കാണുക? 5 + 10 അല്ലേ? ഹോണിൻ്റെ 5ഉം ബലൂൺസിൻ്റെ 10ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 15. ഇനി ഫോർ 3 ഡോൾസ് കിരൺ പെയ്ഡ്. അപ്പം കിരൺ 3 ഡോൾസ് ആണ് വാങ്ങിയിട്ടുള്ളത്. ഓരോ ഡോൾസിനും എത്ര രൂപയാണ്? 10 റുപ്പീസ് ആണ് അല്ലേ? അപ്പം 10 + 10 + 10 എത്രയാ? 30. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൂ പെയ്ഡ് മോർ അല്ലേ? ആരാണ് കൂടുതൽ പേ ചെയ്തത് ആരാണ്? കിരൺ പെയ്ഡ് മോർ അല്ലേ? ഇനി താഴെ നോക്കിക്കേ. ഫോർ 15 റുപ്പീസ് വിച്ച് ഓഫ് ദീസ് ക്യാൻ യു ബൈ ആൻഡ് ഹൗ മെനി ഓഫ് ഈച്ച്? ഇപ്പോൾ 15 റുപ്പീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ തന്നിരിക്കുന്നവയിൽ ഏതൊക്കെ എത്ര എണ്ണം വീതം വാങ്ങാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഹോണിൻ്റെ വില അറിയാം, ബലൂണിൻ്റെ വില അറിയാം, ഡോളിൻ്റെ വില അറിയാം. അപ്പം ഹോണിന് എത്രയാണ്? 5 റുപ്പീസ്, ബലൂൺ 2 റുപ്പീസ്, ഡോൾ 10 റുപ്പീസ് ആണ് അല്ലേ? അപ്പം നമുക്ക് എന്തൊക്കെ വാങ്ങാം? ഒരു ഡോള് വാങ്ങുകയാണെങ്കിൽ ഡോളിന് എത്രയാ? 10 റുപ്പീസ് ആണ് അല്ലേ? അപ്പം നമുക്ക് 15ലേക്ക് പിന്നെ എന്ത് വാങ്ങാം? ഹോണിന് 5 റുപ്പീസ് ആണ് അല്ലേ? അപ്പം 10 + 5 15 ആണ്. അപ്പോൾ 1 ഡോൾ ആൻഡ് 1 ഹോൺ വാങ്ങാം അല്ലേ? പിന്നെ നമുക്ക് ബലൂണിന് 2 റുപ്പീസ് ആണ്. അപ്പോൾ 5 ബലൂൺ വാങ്ങുകയാണെങ്കിൽ 10 റുപ്പീസ്. അപ്പോൾ 5 ബലൂൺ വാങ്ങാം. പിന്നെ 15ലേക്ക് എത്ര വേണം? 5 വേണം അല്ലേ? അപ്പോൾ ഒരു ഹോണും വാങ്ങാം, 1 ഹോൺ. അപ്പോൾ 5 ബലൂൺസ് ആൻഡ് 1 ഹോൺ. ഇങ്ങനെ ഏത് രീതിയിലും വാങ്ങാം. ഇനി ഫോർ 20 റുപ്പീസ്. ഇനി 20 റുപ്പീസ് ആണെങ്കിലോ നിങ്ങൾക്ക് ഏതൊക്കെ വാങ്ങാൻ പറ്റും? 1 ഡോൾ എടുക്കുകയാണെങ്കിൽ ഡോളിന് 10 റുപ്പീസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 2 ഹോൺസ് എടുക്കാം അല്ലേ? അപ്പോൾ 10 + 10 20 ആയി. പിന്നെ എങ്ങനെ എടുക്കാം? 1 ഡോൾ തന്നെ എടുക്കാം. പിന്നെ 5 ബലൂൺസ് എടുക്കാം അല്ലേ? 5 ബലൂൺസിനും 10 റുപ്പീസ് ആണ്. അപ്പം നമുക്ക് ആ രീതിയിൽ എടുക്കാം. പിന്നെയോ 2 ഹോൺസ് എടുക്കുമ്പോൾ ഒരു ഹോണിന് 5 റുപ്പീസ് ആണ്. അപ്പോൾ 2 ഹോണിന് 10 റുപ്പീസ്. പിന്നെ നിങ്ങൾക്ക് 5 ബലൂൺസ് വേണമെങ്കിൽ വാങ്ങാം അല്ലേ? അപ്പോഴും 20 റുപ്പീസാണ് ആവുന്നത്. നെക്സ്റ്റ് എന്താണ്? 4 റുപ്പീസ് മോർ. 4 റുപ്പീസ് കൂടുതൽ എന്ന്. അപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കേ. അനു ആൻഡ് ജിത്തു ടുഗദർ ഹാവ് 20 റുപ്പീസ്. അനുവിൻ്റെയും ജിത്തുവിൻ്റെയും കയ്യിൽ 20 റുപ്പീസാണ് ഉള്ളത്. എങ്ങനെയാണ് അവരുടെ കയ്യിലുള്ളത്? 2 റുപ്പീസ് കോയിൻ ആണല്ലേ? എത്ര 2 റുപ്പീസ് കോയിനാണ് 20 റുപ്പീസ്? നോക്കിക്കേ. 10 2 റുപ്പീസ് കോയിനാണ് 20 റുപ്പീസ്. ഫസ്റ്റ് വരിയിൽ 2 + 2 + 2 + 2 + 2 അല്ലേ? 5 2 എത്രയാ? 10 ആണ്. സെക്കൻഡും 5 2 + അല്ലേ? എത്രയാ? 5 2 10 ആണ്. അപ്പോൾ 10 + 10 20 ആണ് അല്ലേ? 2ൻ്റെ കോയിൻസ് ആണ്, പക്ഷെ അത് 20 റുപ്പീസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മളോട് എന്താ ഇവിടെ ചോദിച്ചിട്ടുള്ളത്? ജിത്തു ഹാസ് 4 റുപ്പീസ് മോർ ദാൻ അനു. ജിത്തുവിൻ്റെ കയ്യിൽ അനുവിൻ്റെ കയ്യിലുള്ളതിനേക്കാളും 4 റുപ്പീസ് കൂടുതലാണ്. കോയിൻ അല്ലട്ടോ, 4 റുപ്പീസ് ആണ് കൂടുതൽ. 4 രൂപയാണ് കൂടുതൽ. ഹൗ മച്ച് ഡസ് അനു ഹാവ്? അനുവിനപ്പോൾ എത്രയുണ്ട്? വാട്ട് അബൌട്ട് ജിത്തുവിനോ? അപ്പോൾ നമുക്ക് എങ്ങനെ നോക്കാം? മക്കൾക്ക് വേണമെങ്കിൽ ആദ്യം കോയിൻസ് തുല്യമായിട്ട് വീതിക്കാം. അപ്പോൾ ഓരോരുത്തർക്കും എത്ര കോയിൻ കിട്ടും?
5 കോയിനാണ് കിട്ടുക അല്ലേ. 5 ജിത്തുവിനും കിട്ടും, 5 അനുവിനും കിട്ടും. അപ്പോൾ 2ൻ്റെ 5 കോയിൻ എത്രയാ? 10 റുപ്പീസായി 2 പേരുടെയും കയ്യിൽ. അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് 4 റുപ്പീസ് ജിത്തുവിന് കൂടുതലാണ് എന്ന്. അപ്പോൾ ജിത്തുവിന് 4 റുപ്പീസ് കൂടുതലാവണമെങ്കിൽ എത്ര കോയിനാണ് 4? 2ൻ്റെ എത്ര കോയിനാണ് 4? മക്കൾ പറഞ്ഞേ. ഒരു 2 ആവുമ്പോൾ 2 ആവുമ്പോൾ 4 ആണല്ലേ. അപ്പോൾ അനുവിൻ്റെ കയ്യിൽ നിന്നും അല്ലേ, ഇപ്പോൾ 2 പേരുടെ കയ്യിലും 5 കോയിൻസ് ആണുള്ളത്. അപ്പോൾ അനുവിൻ്റെ കയ്യിൽ നിന്നും 2 റുപ്പീസ് ജിത്തുവിന് കൊടുക്കുക. അപ്പോൾ ജിത്തുവിന് എത്രയായി? 2 റുപ്പീസാണ് ജിത്തുവിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അനു ഒരു 2 റുപ്പീസും കൂടെ കൊടുത്തപ്പോൾ ജിത്തുവിന് എത്രയായി മക്കളെ? 12 ആയില്ലേ. 2 റുപ്പീസായി. 2 എത്രയാ? 12 ആയി. അപ്പോൾ അനുവിന് എത്രയായി? 8 അല്ലേ. 2 ആയിരുന്നു 10. അപ്പോൾ ഒരു 2 ജിത്തുവിന് കൊടുത്തപ്പോൾ അനുവിൻ്റെ കയ്യിൽ 2 കോയിൻസ് ആയി. അപ്പോൾ 8 ആയി. അപ്പോൾ ജിത്തുവിന് 12ഉം. അപ്പം ശരിയായില്ലേ? അനുവിനെയും കാട്ടിലും എത്ര കൂടുതലാണ്? 4 കൂടുതലാണ് ജിത്തുവിന് അല്ലേ. അനുവിന് 8 ആണ്, ജിത്തുവിന് 12 ആണ്. 9, 10, 11, 12. അപ്പോൾ 4 കൂടുതലായില്ലേ. അപ്പോൾ ആൻസർ ശരിയായില്ലേ മക്കളെ? അപ്പോൾ മക്കളെ, ഈ ഒരു പാഠത്തിൻ്റെ ആക്ടിവിറ്റീസ് ഇത്രയാണുള്ളത്. മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.